എതിർവശത്ത് വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം ബുദ്ധിമുട്ടായാൽ വാഹനത്തിന്റെ നമ്പറും ദൃശ്യവും സഹിതം പരാതി നൽകാം എന്നൊരു വകുപ്പുണ്ടെന്നറിയാമോ? രൂപമാറ്റം തെളിഞ്ഞാൽ വലിയ പിഴ വാഹന ഉടമ നൽകേണ്ടി വരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് പലരും ഈ വണ്ടി എടുക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഇടാൻ മറന്നു പോകുന്നുണ്ട്. ഹൈവേകളിൽ ഞാൻ 5-6 പേരെടുത്ത് ഇങ്ങനെ കൈ കാണിച്ച് ലൈറ്റ് ഇടാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് വണ്ടികൾ ബ്രേക്ക് ലൈറ്റ് പോലും ഇല്ലാതെ, പുറകിൽ ലൈറ്റ് പോലും ഇല്ലാതെ ഇങ്ങനെ ഇതുപോലെ പോകും. അപ്പോൾ എന്ത് അപകടമെന്നറിയാം. ചിലർ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാതെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവരിങ്ങനെ പോകും. അപ്പം നമ്മൾ ഇത് ഉണ്ടല്ലോ, ഈ ലൈറ്റിൻ്റെ ഉണ്ട് എന്തോ കേട്ടോ. മോട്ടോർ വാഹന വകുപ്പ് എന്തൊക്കെ കർശനമായിട്ടുള്ള നടപടി എടുക്കുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ റോഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ വണ്ടിയുമായിട്ട് ഇറങ്ങാൻ പേടിയാണല്ലേ യഥാർത്ഥത്തിൽ. കാരണം ഓരോ വണ്ടികളൊക്കെ എതിരെ വരുന്നതേ. ഡിമ്മ് ചെയ്യാറേ ഇല്ല ഒറ്റ വണ്ടി. വലിയ വാഹനങ്ങളിൽ 4-5 ലൈറ്റുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ റോഡ്, ഇടുങ്ങിയ റോഡായിരിക്കും. ഓപ്പോസിറ്റ് നമ്മൾ അത്രയും പ്രകാശം നമ്മളെ കണ്ണിലേക്ക് അടിച്ചു കയറുമ്പോൾ നമുക്ക് റോഡൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ചവിട്ടി നിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മഴയൊക്കെ ആണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ്? മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒച്ചിൻ്റെ വേഗതയിലാണ് ഒന്നത് മഴ പെയ്യുമ്പോൾ പോകാൻ പറ്റുന്നത് തന്നെ. അതിൽ കൂടെ ഓപ്പോസിറ്റ് വണ്ടികളുടെ ഹെഡ്ലൈറ്റും കൂടെ കാണുമ്പോൾ ഒട്ടും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഈ മോട്ടോർ വാഹന വകുപ്പില്ലേ, അവർ ഈ ഹെഡ്ലൈറ്റ് ഡിമ്മ് ചെയ്യാത്തതിനുള്ള പരിശോധന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാറില്ലേ? നിയമപരമായി അതിന് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ ബോധവൽക്കരണ വീഡിയോ ഇറക്കുന്നുണ്ട്, ബോധവൽക്കരണ സന്ദേശങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇത് ചെയ്യേണ്ടത് വാഹനം ഓടിക്കുന്നവരാണ്. അതാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. എതിരെ ഒരു വാഹനം വന്നാൽ ഞാൻ ആദ്യമേ അങ്ങ് ഡിം ചെയ്യും. ഞാൻ ഡിം ചെയ്താൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാൻ 50% പേര് ഓപ്പോസിറ്റ് എടുത്ത് ഡിം ചെയ്യും. എന്നിട്ടും ഡിം ചെയ്തില്ലെങ്കിൽ ഞാനിതറിയാം, ഡിമ്മും ബ്രൈറ്റ് ഒരു 3-4 തവണ ഒന്ന് ഇട്ടു പോകും. ബാക്കി 30% പേര് ഡിം ചെയ്യും. ബാക്കി 20% ഉണ്ടല്ലോ, ജീവിതകാലത്തും ഡിം ചെയ്യത്തില്ല. വാഹനങ്ങളുടെ ലൈറ്റിന്റെ പ്രശ്നം മോട്ടോർ വാഹന വകുപ്പിന് എപ്പോഴും പരിശോധിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. അത്രയധികം വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിലുണ്ട്. വാഹനങ്ങളുടെ ഇത് അമിത വെളിച്ചമാണെങ്കിൽ നമുക്കും പരാതികൾ മോട്ടോർ വാഹന വകുപ്പിന് കൊടുക്കാം. പക്ഷേ അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, വാഹനത്തിന്റെ ദൃശ്യം നന്നായിരിക്കണം, ആ വെളിച്ചം അത്രയധികം ബുദ്ധിമുട്ടാണ് എന്ന് തെളിയണം. ഒപ്പം നമ്പർ പ്ലേറ്റ് കാണുന്ന രീതിയിൽ ആ വാഹനത്തിന്റെ നമ്പർ ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ വാഹനത്തിന്റെ തോത് എത്രയുണ്ട്, അല്ലെങ്കിൽ അത് ആൾട്രേഷൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് കർശനമായ പിഴ ഈടാക്കുന്ന തരത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന് പോകാൻ കഴിയും. വാഹനം ഓടിക്കുമ്പോൾ റോഡ് നമ്മുടേത് മാത്രമാണ് എന്ന് കരുതരുത്. എതിർവശത്ത് വരുന്നവരുടെ ഇത് കൂടിയാണ് എന്നൊരു ബോധ്യം ഉണ്ടാകണം. എന്നാൽ മാത്രമേ നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. മോട്ടോർ വാഹന വകുപ്പോ പോലീസോ എത്ര പരിശോധന നടത്തിയാലും അപകടങ്ങൾ കുറയണമെന്നില്ല. റോഡിലുണ്ടാകുന്ന ഭൂരിഭാഗം അപകടങ്ങളിലും നമുക്ക് പലതും ചെയ്യാൻ ഉണ്ടാകണം. VS ബിജുവിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.